ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. dd.തിരുവനന്തപുരം.blogspot.com എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം DLED ഗവൺമെൻറ് എയ്ഡഡ് പ്രവേശനത്തിനുള്ള ഇൻ്റർവ്യൂ ചുവടെ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് അപേക്ഷ കൊടുത്തവരുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. സെൽഫ് ഫിനാൻസിൻ്റെ വന്നിട്ടില്ല. അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഹ്യൂമാനിറ്റീസിന് 13/8/2024 9 മണിക്ക് തുടങ്ങും. രാവിലെ 9 മണിക്കാണ് തുടങ്ങുന്നത്. കൊമേഴ്സിന് അതേ ദിവസം തന്നെ 11 മണിക്കും, സയൻസിന് 14/8/2024 9 AM തുടങ്ങുന്നത്. ഓക്കെ, ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ഗവൺമെൻറ് HS ചാലയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലും അതുപോലെ കോപ്പിയും നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂവിന് ഹാജരാകാത്തവർക്ക് പകരം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള തൊട്ടടുത്ത റാങ്കുകാർക്ക് പ്രവേശനം നൽകുമെന്നതിനാൽ ഇൻ്റർവ്യൂവിന് വരാത്തവർക്ക് അവസരം നഷ്ടമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, അതായത് SSLCയും അതുപോലെ +2 സർട്ടിഫിക്കറ്റുമാണ്. പിന്നെ അവസാനം അധ്യയനം നടത്തിയ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC ആവശ്യമാണ്. ജനനത്തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഫോം നമ്പർ 42-ലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്തവരിൽ നിന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൽ തന്നെ ഫോം 42 എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോം അവിടെ കാണാം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. നിങ്ങളത് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫോം 42 വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അത് മെഡിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫോം 42. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു സർജനെ കൊണ്ട് വേണം നിങ്ങളത് ഫില്ല് ചെയ്ത് സീല് വാങ്ങിക്കാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അത് 6 months വാലിഡിറ്റിയാണ് അതിനുള്ളത്. അപ്പോൾ അത് 6 മാസത്തിനുള്ളിലുള്ളത് വേണം. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് +2 വിജയിച്ചതെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ കേരളത്തിന് പുറത്ത് +2 പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ വേണ്ടത് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഈ ഒരു OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് ആണ് വെച്ചതെങ്കിലും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് NCL സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കരുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ അധികം യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപന പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് ഇപ്പം എക്സ് സർവീസ്മെൻ, ജവാന്, അതുപോലെ ജവാൻ എന്നിവരുടെ ആശ്രിതർ, പിന്നെ EWS, അതുപോലെ ഭിന്നശേഷിക്കാർ, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നവർ ആ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് PSC തയ്യാറാക്കിയ സെലക്ട് ലിസ്റ്റിലെ ക്രമം അനുസരിച്ചാണ് സെൻറ്ററുകൾ TTI അനുവദിക്കുന്നത്. അപ്പോൾ PSC ഒരു സെൻറ്ററുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് TTIകൾ നൽകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ റാങ്കുകളിൽ പെടാത്തവർ ഓപ്ഷൻ നൽകുന്ന സെൻറ്റർ ഏതെന്ന് മനസ്സിലാക്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറയുന്ന കോളേജിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് അവർ അലോട്ട് ചെയ്ത് തരും. അതല്ല എങ്കിൽ അടുത്ത കോളേജ് നിങ്ങൾക്ക് പറയാം. അങ്ങനെ സീറ്റുള്ള കോളേജ് ഏതാണോ ആ ഒരു കോളേജ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനിയും നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് ഇവിടെ ലിസ്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഫസ്റ്റ് വന്നിരിക്കുന്ന ഗവൺമെൻറ് സയൻസിൻ്റെ ആണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് സയൻസിൻ്റെ സെലക്ഷൻ ലിസ്റ്റ്, അതായത് മെയിൻ ലിസ്റ്റാണ്. അതായത് ഇത് ഷുവർ ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് ആ ഒരു പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലായിട്ട് നിങ്ങൾ ഹാജരാവുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വരുന്നവർക്കെല്ലാം അഡ്മിഷൻ ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഈ ഷുവർ ലിസ്റ്റിലുള്ള ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ വന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവരുടെ ആബ്സെൻസിലായിരിക്കും തൊട്ട് താഴെ വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അവസരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഒരു ഷുവർ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള കുട്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഫസ്റ്റ് നമുക്ക് EWS നോക്കുകയാണെങ്കിൽ ആ ഒരു EWS കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥി ആബ്സെൻ്റ് ആണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ EWSൽ ഫസ്റ്റ് ഏത് കുട്ടിയാണോ കിടക്കുന്നത് ആ കുട്ടിയായിരിക്കും പിന്നെ വിളിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷുവർ ലിസ്റ്റിൽ ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ വരാതിരിക്കുന്നോ അപ്പോൾ നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആ സെയിം കാറ്റഗറിയിൽ വരുന്ന കുട്ടിയെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ പോകാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പോവുക. ഇവിടെ ഓരോ കാറ്റഗറി വൈസ് ആണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ഫസ്റ്റ് ഈഴവ, മുസ്ലിം, അല്ലെങ്കിൽ SC ST, അല്ലെങ്കിൽ EWS, ഇങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ടാണ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നിങ്ങൾ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിച്ച കോളേജുകളൊക്കെ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക്